കേട്ടാ ബേബി ഓ പണി നിർത്തിക്കോ. അച്ഛാ സാലം കൂടെ തീരാണ്ടോ അച്ഛാ? പണി നിർത്താൻ പറയുമ്പോ ഉത്സാഹം വന്നല്ലോ നിനക്ക്. നിർത്തടാ മതിയെന്ന്. തീർന്നല്ലേ പറ്റൂ. എന്നാ കാപ്പ് കുടിക്കാം മാബാ. ഇന്നും നിർത്തും പെട്ടെന്ന്. എവിടെ പണി നിർത്ത്. ഞാൻ ഡ്രസ്സ് മാറിട്ട് വരട്ടോ. മറ്റേ ഇവിടെ നിന്ന പയ്യന്മാരൊക്കെ എന്ത് ചെയ്യും? അമരെല്ലാം കൂടെ മേളിൽ ശാലം കൂടെ തീരാണ്ടോ? അടിച്ചിട്ട് പോകാം. ജോൺസനാ അച്ഛാ ബ്രഷ് കഴിയുമ്പോ നീ എവിടെ പോന്നു? വീട്ടിൽ പോണം. പിന്നെ അപ്പുറത്ത് ടേബിളിന്റെ പുറത്തിരുന്ന 1 ലിറ്റർ യെല്ലോ പെയിന്റ് ഉണ്ടല്ലേ, അത് അവിടെ കാണുന്നില്ല. അത് അടുക്കള എവിടെ? അടുക്കള ഞാൻ അവിടെ കംപ്ലീറ്റ് നോക്കി, അവിടെ കാണുന്നില്ല. മേളിൽ അതിന്റെ മേളിൽ ഇവിടെ നിന്ന് പയ്യന്മാരൊക്കെ അങ്ങോട്ട് പോയി. അമ്മ പണി തന്നിരിക്കണം. നീ എവിടെ പോന്ന പറഞ്ഞ? വീട്ടിൽ പോണം. അല്ല നീ ഇപ്പഴേ പോന്ന എന്തിന്? അല്ല അവിടെ ചെന്ന പൈപ്പിന്റെ മുട്ടിൽ നിന്ന് കാലും കൈ കഴുകിട്ട് പോന്നു. നിന്റെ കൈ ഇരിക്കുന്ന എന്തോ? ഇത് പഴയ പണി ഡ്രസ് വെച്ചു. ഏതാ പണി ഡ്രസ്? നീ ഇങ്ങോട്ട് കാട്ടെ. ഇത് പഴയതെന്ന്. അതിങ്ങോട്ട് നോക്കട്ടെ നീ. അയ്യേ ഇത് ഇട്ട് അഴുക്ക. അതിങ്ങോട്ട് നോക്കട്ടെന്ന്. ഇവിടെ നിർത്തേ. ഞാൻ നോക്കട്ടെ. ഭയങ്കര സ്മെല്ലാണ്. എന്തോടാ ഇത് സംഭവിച്ചാ ഇത് തുറക്കാൻ പറ്റില്ല. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി തുറന്നുകൊണ്ട് വരാന്ന് കരുതി ഞാൻ കുറെ വീട്ടിൽ കൊണ്ടുപോയി തുറക്കാൻ പോയ. അത് ശരി. ഞാൻ കുറെ ഇതല്ല പെയിന്റ് കേട്ടാ. ജോൺസനെ ഞാൻ കാണട്ടെ. അല്ല ചാച്ചാ ഞാൻ പറഞ്ഞത്. അല്ലല്ല ആ ഡീസന്റ് മനുഷ്യനോടല്ലേ നീ പണിക്കുന്നത്? ഞാനിത് തുറക്കാൻ പറ്റില്ല. ഞാൻ നാളെ തുറന്നോണ്ട് വരാ. നീ നാളെ തുറന്നോണ്ട് വരണ്ട. ഇത്ര വൃത്തിയായിട്ട പണി കാണിക്കല്ലൂടാ. നീ ഒരു ചെറുപ്പക്കാരനല്ലേടാ. നിനക്ക് 1 ലിറ്റർ പെയിന്റ് വേണേ ഞാൻ മേടിച്ചു തരുമല്ലോ പൈസ. ഞാൻ തുറന്നോണ്ട് നാളെ വരുവാണ്. ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ലേ ഇത്? ഒരുമാതിരി വൃത്തിയായിട്ട പണി കാണിക്കുന്ന ഇവിടെ പയ്യന്മാരൊക്കെ എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത പണി കാണിക്കും. ഞാൻ അറിയാതെ ചെയ്തല്ലോ ചാച്ചാ. അറിയാതെ ചെയ്യുന്ന ബാക്കിയുള്ളവരെ ഞാൻ കാണാം. പറഞ്ഞ ആവശ്യമില്ലാത്ത പണി കാണിക്കും. നിങ്ങളൊക്കെ ഇവനോട് ഒന്നും പണി ചെയ്യുന്നില്ലേ? അന്തസ്സുള്ള ചെറുപ്പക്കാരല്ലേ നിങ്ങൾ? ഇവ എന്റെ 1 ലിറ്റർ പെയിന്റ് താ കട്ടതാ. ഈ പെയിന്റ് ഇപ്പം കട്ടതല്ലേ? മനസ്സിലായി? അച്ഛാ ഞാൻ തുറക്കാൻ പറ്റില്ല. കാരണം വീട്ടിൽ കൊണ്ട് തുറന്നോണ്ട് തുറക്കാൻ പറ്റില്ല. എനിക്ക് ജോൺസാ നീ ഒരു ഡീസന്റ് ആയോണ്ടാ നിന്നെ പണി ഏൽപ്പിച്ചേ. ഇതുപോലെ വൃത്തിയോട്ടന്മാരെ കൊണ്ടു നടക്കല്ലോ. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു. ഇന്നത്തെ കൂലി വേണ്ട. കൂലി വേണ്ട. ഡ്രസ് മാറി കഴിഞ്ഞ് ഡ്രസ് മാറി. ഇന്ന് കൂലിയില്ല. തൊപ്പിയില്ല. പോലും പോകുന്നു. എന്ത് കാണിച്ചിട്ടുണ്ട്? എന്തോ ആ മുണ്ടൊന്ന് മടക്കി കുത്ത. ഒന്ന് മടക്കി കുത്തറ. മുണ്ടൊന്ന് മടക്കി കുത്ത. നടുവില് മുണ്ടൊന്ന് മടക്കി കുത്ത. എന്തോടാ ഈ കിടക്കുന്നത്? നീ അവിടെ കുറ്റം പറഞ്ഞില്ല. എന്തോ ഈ കിടക്കുന്നത്? വീട്ടിലെ കുളിമുറിയും കൂടെ ഒന്ന് തീരാനുണ്ടായിരുന്നു.